BJPയുടെ അജണ്ട കൃത്യമായിട്ടവർ നടപ്പിലാക്കും. ഇവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്ന മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും ഒരുമിച്ചാണ്. BJP ഗവൺമെൻറ് വന്നതിന് ശേഷം സഭകൾക്കെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വാരമായി കേരളത്തിലെ വാർത്താലോകവും രാഷ്ട്രീയ ലോകവും വളരെ ചൂടുപിടിച്ച ചർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ വിഷയങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വാർത്താ മാധ്യമങ്ങൾ ഒരു വാർത്തയിൽ നിന്നും അടുത്ത വാർത്തയിലേക്ക് എടുത്തുചാടുകയും ഒരു വിഭാഗത്തിൽ നിന്നും പുതിയ വിഭാഗത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വാരമായി കണ്ടുവരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലപാടിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും കേരള പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി സാറാണ്. ഈ പരിപാടിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. തീർച്ചയായും കേരളത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും കേരളത്തിലെ മുഴുവൻ വിഷയങ്ങളിലും നിലപാട് വ്യത്യസ്തമായ അന്വേഷണത്വരയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് പല ഘട്ടത്തിലും നടത്തി വരുന്നത്. നിലപാടിൻ്റെ ഓരോ എപ്പിസോഡുകളും നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് അതിലുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളും അല്ലെങ്കിൽ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ദളിത് സമുദായങ്ങൾ മാത്രം അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു RSSൻ്റെ ഓരോ തരത്തിലുള്ള ഇടപെടലുകൾ. അതുമല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവരുടെ ഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഓരോ ആളുകൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പൊതു തത്വത്തിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ പങ്കുവച്ചിരുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് മലയാളികളായ 2 സിസ്റ്റർമാരെ തന്നെ, കന്യാസ്ത്രീകളെ തന്നെ അവരുടെ സഭാവസ്ത്രത്തോടു കൂടി അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് സംഭവങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കൊണ്ടു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വക്താക്കളായി BJPയുടെ ഭാഗമായി നിൽക്കുന്ന PC ജോർജ്, ഷോൺ ജോർജ്, അതുപോലെ തന്നെ അനിൽ ആൻ്റണി, അനൂപ് ആൻ്റണി, കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ, ഇവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമോ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഇതിനെ നമ്മളെ ഇങ്ങനെയാണ് കാണേണ്ടത്. അതിൽ വളരെ വ്യക്തമാണ്. BJPയുടെ അജണ്ട കൃത്യമായിട്ടവർ നടപ്പിലാക്കും. അത് എത്ര നാളുകളായിട്ട്, ഇപ്പം ഇതിനു മുമ്പും ഗ്രാം സ്റ്റെയിനെ പോലുള്ള ആളുകളെ കുടുംബസമേതം കത്തിച്ചു കളഞ്ഞ ഇതൊക്കെ നേരത്തെ ഉണ്ട്. അതിൽ നിന്നൊന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരുടെ പേര് പറയുന്ന, ഇപ്പോൾ ഷോൺ ജോർജ് ആണെങ്കിലും അല്ലെങ്കിൽ PC ജോർജ് ആണെങ്കിലും അതുപോലെ തന്നെ അനിൽ ആൻ്റണിയിലും, അവരെല്ലാം രാഷ്ട്രീയത്തിൽ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു വന്നവരാണ്. അപ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ BJPയിൽ നിന്നുകൊണ്ട് ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ വളരെ പ്രചരിച്ചുകൊണ്ടും എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടും അതെല്ലാം പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിലൊന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക് ഇതിൽ ഒന്നും പറയാൻ കഴിയില്ല, നിശബ്ദരാവാനേ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ ഇന്ന് ചിലത് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് ഉൾക്കൊണ്ടാൽ തീർച്ചയായും ഇതിനെതിരെ പ്രതികരണം ആവശ്യമാണ്. അതിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി ഒരു ഇസ്ലാമോഫോബിയ അടക്കമുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉയർത്തിവിട്ടുകൊണ്ട് തീവ്ര സംഘടനകളായ കാസ പോലുള്ളവർ എല്ലാം ഓരോ ഘട്ടത്തിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ പറയുന്ന സ്വന്തം സഭയ്ക്കുള്ളിലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വക്താക്കൾ അല്ലെങ്കിൽ അവരുടെ സംരക്ഷകരെന്ന് അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ അവകാശം ഉന്നയിക്കുന്ന അവർ പോലും അല്ലെങ്കിൽ മുൻപം പോലുള്ള വിഷയങ്ങളിൽ ഇതെല്ലാം മറ്റ് ആളുകൾ കൊണ്ടുപോകും, മറ്റ് സമുദായത്തിൽപ്പെട്ടവർ നമ്മുടെ എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ്, നമ്മളിതെല്ലാം നമ്മുടെ കാലിനടിയിൽ മണ്ണ് പോവുകയാണെന്നുള്ള പറഞ്ഞാൽ ഇത്തരം വൈകാരിക വിഷയങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആയ നിലപാട് വരുത്തുന്നു എന്ന് പ്രചരിപ്പിച്ച കാസ പോലുള്ള സംഘടനകളുടെയും ഇപ്പോഴത്തെ ഇടപെടൽ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പ്രതികരിക്കാനില്ലാതെ വരുന്ന ഈ ഇടപെടൽ സംശയത്തോടെയല്ല നമുക്ക് കാണാൻ കഴിയും. അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ
ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതെന്നും രണ്ടായി നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വിഭാഗമാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. അവർ ഇത്തരത്തിലുള്ള പലതും കൊണ്ടുവരും. ഇപ്പം മുനമ്പം വിഷയമാകട്ടെ മറ്റു വിഷയമാകട്ടെ. എന്നാൽ ഇവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്ന മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും ഒരുമിച്ചാൽ അതൊരു മെജോറിറ്റിയാണ്. അപ്പോൾ അത് ഒരുമിക്കാതിരിക്കുന്നതിനുള്ള പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ മുൻ സർവേ പ്രകാരം 28% എന്ന് പറഞ്ഞാലും 30%-ലധികം മുസ്ലിങ്ങളുണ്ട്. നേരത്തെ 15% ക്രിസ്ത്യൻ കമ്മിറ്റി ഇപ്പോൾ 20% മീതെ ഉണ്ട്. അപ്പോൾ 30-20 കൂടിയാൽ തന്നെ 50% മീതെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അത് ഭൂരിപക്ഷമായിട്ട് വരും. അപ്പോൾ അതിനെ എന്നും അത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വോട്ട് ബാങ്കാണല്ലോ. അപ്പോൾ വോട്ട് ബാങ്കിനെ ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടായാൽ മാത്രമേ ഇവിടെ മറ്റു പല പാർട്ടികൾക്കും നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിനാവശ്യമായ ഇത്തരം തന്ത്രങ്ങൾ എടുക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ ഒരുമിച്ച് എന്നുള്ളൊരു ഫൈറ്റിന് അവർക്ക് കഴിയൂ. അത് വന്നാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. അതായത് അവർ ഒരുമിക്കരുതെന്ന് ഇവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്പ്ലിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഉളഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചവരായിരുന്നു. തൃശ്ശൂരിലൊക്കെ ആണെങ്കിൽ മെത്രാമാരും സഭയുടെ ആളുകളും. ഇപ്പോൾ ഓരോ വിശേഷ ദിവസങ്ങൾ, ഇപ്പോൾ ക്രിസ്മസ് ആകട്ടെ മറ്റ് ന്യൂ ഇയർ ആകട്ടെ വിശേഷങ്ങൾ നടക്കുമ്പോൾ അരമനകൾ തോറും കേക്കുമായിട്ട് നടക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെയും എല്ലാം കാണാൻ പോകുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള തരത്തിൽ ദീപിക വരെ മുഖലേഖനം എഴുതിയിട്ടും വേണ്ടത്ര പൊതു പ്ലാറ്റ്ഫോമുകളിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘടിതമായ രീതിയിൽ ഒരു ലോങ് മാർച്ച് പോലെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പരിപാടി പോലെ ഒന്നും നടക്കുന്നതായി കാണുന്നില്ല. അത് എത്രത്തോളം ഈ പറയുന്നതിനകത്ത് ഒരു കാപട്യം ഇല്ലേ? അല്ല, കാപട്യം അല്ല, അത് അങ്ങനെ എടുക്കണ്ട. കാരണം സഭകൾക്ക് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം സഭകൾക്കെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ മൈനോറിറ്റിക്ക് പുറത്ത് നിന്ന് അവർക്ക് സഹായങ്ങളുണ്ടായിരുന്നു. അത് മുസ്ലിം സംഘടനകൾക്കും കിട്ടിയിട്ടുണ്ട്, അതുപോലത്തെ ക്രിസ്ത്യൻ സംഘടനകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. അപ്പോൾ സഭകളുടെ എല്ലാ സഭകൾക്കും അവരുടേതായിട്ടുള്ള വിദേശത്തു നിന്നുള്ള നല്ല ഫണ്ടിങ് ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനും പാവപ്പെട്ടവരെ പുനരുദ്ധരിപ്പിക്കുന്നതിനും അങ്ങനെ ഒട്ടനവധി അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും, അതാണല്ലോ ഗ്രഹാം സ്റ്റെയിൻ ഇവിടെ വന്നതും അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ. തീർച്ചയായും. അപ്പോൾ ആ ഫണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് BJP നിർത്തലാക്കിയിട്ടുണ്ട്. മാത്രമല്ല അനധികൃതമായിട്ട് വന്നിട്ടുള്ള ഫണ്ടുകളുടെ EDA പോലുള്ള ഈ പറയുന്ന ഏജൻസികളെ വെച്ചുകൊണ്ട് ഒരു ഭീഷണി സ്വരത്തിൽ ഇവർക്ക് നോട്ടീസ് കൊടുക്കലും ബാക്കിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ എല്ലാവർക്കും ഇത്തരം ആ സർക്കാരിനെതിരെ പറയാൻ, പബ്ലിക്കായിട്ട് വന്ന് പറയാൻ മടി കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, നമ്മളതിൻ്റെ ഏത് പ്രശ്നമില്ല, പ്രശ്നത്തിൻ്റെ ബേസ് എന്താണെന്നുള്ളത് കാണും. അത് കാണുമ്പോൾ ഇതാണ് വിഷയം. അവർക്ക് പറയാൻ പറ്റില്ല. കാരണം സഭകൾക്ക് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ചില സഭകളിൽ ചില ആളുകൾ, സഭകളല്ല, സഭകളൊന്നും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ, പക്ഷേ ചില ആളുകൾ അത് ദുരുപയോഗം ചെയ്തിട്ടും വല്ലുണ്ട്. ഇപ്പോൾ കോടികൾ ED പിടിച്ചെടുത്തത് പോലും ഉണ്ടായിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ അത്തരം അത് കണക്കിൽപ്പെടാത്ത ഫണ്ടുകളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പലർക്കും പബ്ലിക്കായിട്ട് വന്നിട്ട് ഗവൺമെൻറ്റിനെ, ഗവൺമെൻറ്റിനെതിരെ പറയാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് മിണ്ടാത്തതാണ്. ഓക്കെ, തീർച്ചയായും. ഒരു സമയം വരെ ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിയുമ്പോൾ അതൊരു മറ്റൊരു സംസ്ഥാനത്തല്ലേ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തല്ലേ, ഇനി അതല്ലെങ്കിൽ അടുത്ത ജില്ലയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകുന്ന അല്ലെങ്കിൽ അതിനോട് അത്ര താല്പര്യം കാണിക്കാൻ നിൽക്കുന്നവരായിരുന്നു പൊതുവിൽ മലയാളികൾ. ഇതിപ്പോൾ വീട്ടുമുറ്റത്തേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിന് ഇടയിലേക്ക് വന്നപ്പോൾ പലരുടെയും മനം നൊന്ത് മാറുന്നത്. ഇതൊരു പക്ഷേ ഇച്ചിരി അല്പം കൂടി നേരത്തെ ഇതിന് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇതിനെ ഈ പറയുന്ന ആദ്യം സാർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം എന്നുള്ള ഒരു സംവിധാനം വന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമായിരുന്നു. അല്ല, അത് ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ ചിന്തിക്കുമെങ്കിലും ഈ ചില കാരണങ്ങളെ കൊണ്ട് ഇത്തരം ഒരുമയോടെ പ്രവർത്തിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില ചിന്താഗതികളുണ്ട്, അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. ആ അജണ്ട
കൊണ്ടാണ് ഈ ഒരുമിച്ച് ഇത്തരത്തിലൊരു ഏകീകരണത്തിലൂടെ പോകാനുള്ള തടസ്സം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് കഴിയില്ല.